നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് വെച്ചാൽ വെറും വോട്ടെടുപ്പല്ല. ഇതൊരു വലിയ ഷോയാണ്. ഏറ്റുമാനൂരിൽ ഇപ്പോൾ നടക്കുന്ന ഷോയുടെ പ്രധാന ആകർഷണം ആരാണെന്നോ? നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ആതിര ഡി നായരാണ്. വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ആതിരയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റി. പക്ഷെ അത് പിടിച്ചെടുക്കാൻ നമ്മുടെ നടി സ്നേഹ ശ്രീകുമാറും കൂടെ കൂടി. അങ്ങനെ സംഗതി കലക്കി. കെ.എസ്.ആർ.ടി.സി ബസിന്റെ പടികളുടെ വീതി കുറച്ചത് കേന്ദ്ര സർക്കാരാണ് എന്നാണ് ആതിരയുടെ വാദം. പടികളുടെ വീതിയൊക്കെ കുറച്ചാൽ അത് കേന്ദ്ര സർക്കാർ ചെയ്തു എന്ന് പറയാൻ എന്തുമാത്രം ഗവേഷണം വേണം? കെ.എസ്.ആർ.ടി.സി എന്നാൽ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണെന്ന് ആതിരക്കുട്ടിയെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. പക്ഷെ ആതിര അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കേന്ദ്രമാണ് എല്ലാം ചെയ്തത്, റേഷൻ തന്നത് മോദിയാണ്, റോഡ് തന്നത്, അങ്ങനെ അങ്ങനെ പോവുകയാണ് പ്രസംഗം. ഇനിയിപ്പം അടുത്ത പ്രസംഗത്തിൽ കേരളത്തിൽ മഴ പെയ്യിപ്പിച്ചത് പോലും കേന്ദ്രമാണ് എന്ന് കേട്ടാലും നമ്മൾ അത്ഭുതപ്പെടരുത്. പിന്നെ നമ്മുടെ സ്നേഹ ശ്രീകുമാർ വെറുതെ ഇരിക്കുമോ? ആതിരയുടെ വീഡിയോ കണ്ടതും സ്നേഹയുടെ വക അസൽ ട്രോൾ. ലേശം ഉളുപ്പ് വേണം. കുട്ടിയെ ആരോ തോന്നിയതൊക്കെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് എന്ന്. സ്നേഹ ചോദിക്കുന്നത് പോലെ കെ.എസ്.ആർ.ടി.സിയുടെ ഫുൾ ഫോം എങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആതിരയ്ക്ക് ഈ വക പണി കിട്ടില്ലായിരുന്നു. രാഷ്ട്രീയം പറയുമ്പോൾ അത് അല്പം ഗൗരവമുള്ള വിഷയമാണെന്ന് സ്ഥാനാർത്ഥികൾ ഓർക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പരിഹാസപാത്രമാകും. ഏതായാലും 25 വയസ്സുള്ള ആതിരയ്ക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ മാത്രമല്ല, പ്രസംഗിക്കുമ്പോൾ ഫുൾ ഫോം കൂടി നോക്കണമെന്നും. എന്തായാലും കോന്നിയിലെ പിണറായിയുടെ വീട്ടിൽ പോകാനുള്ള ഉപദേശവും ഏറ്റുമാനൂരിലെ ഈ പടി വിവാദവും തിരഞ്ഞെടുപ്പ് കാലം കൊഴുക്കുകയാണ്.